നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അതുപോലെ തന്നെ വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഈ വ്യക്തി ഈ ഒരു സമയത്ത് വളരെയധികം ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു ഫീലിംഗ് ആ വ്യക്തിക്കുണ്ട്. മേ ബി ഇത് നിങ്ങളുടെ സിറ്റുവേഷനും ആകാം. കൂടുതൽ പേർക്കും നിങ്ങൾക്ക് 2 പേർക്കും ഒരു സെയിം സിറ്റുവേഷൻ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം നമുക്കിവിടെ 2 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആണ് ഇതെന്ന് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഒത്തിരി നാളായിട്ട് നിങ്ങൾക്കിടയിൽ ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇവിടെ ഏസ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, എംപ്രസ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. ഇപ്പോൾ എത്രത്തോളം നോ കോണ്ടാക്റ്റിലാണോ നിങ്ങളുള്ളത് എങ്കിൽ പോലും ആ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹത്തിന് ഒട്ടും തന്നെ കുറവ് വന്നിട്ടില്ല. മേ ബി നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കണം. എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പേഴ്സൺ ആണ് എന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. മേ ബി ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം. അതുമല്ലെങ്കിൽ അവരുടെ പാരൻസ് അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂ, കരിയർ ഇഷ്യൂ എന്ത് തന്നെയും ആകാം. ആ ഒരു സിറ്റുവേഷൻ ഉള്ളത് കാരണം നിങ്ങൾക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേഷന് കഴിയുന്നില്ലായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഒരിക്കലും ആ വ്യക്തിക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. ആ വ്യക്തിയുടെ ഈ ലോൺലിനെസ് ഫീൽ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഒരുപാട് മെന്റൽ സ്ട്രഗിൾസ് കൊടുക്കുകയാണ് ഈ ഒരു സമയത്ത്. കാരണം മേ ബി ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ വ്യക്തി ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്നും പുറത്ത് വന്നിട്ട് നിങ്ങളുമായിട്ടൊരു റീകൺസിലേഷൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു മജീഷ്യൻ കാർഡ് ഉണ്ട്. യൂണിവേഴ്സിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ക്ലൂസ് നമുക്ക് കിട്ടാനുണ്ടോ നോക്കാം. വിത്തിൻ 2 days എന്താണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാലും ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു കോണ്ടാക്ട് വരുന്ന ദിവസമായിരിക്കാം. 2 ദിവസത്തിനകം ചിലപ്പോൾ നിങ്ങൾക്കൊരു കോൾ മെസ്സേജ് എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. ഓക്കെ ഓഗസ്റ്റ് മന്ത് കിട്ടിയിട്ടുണ്ട്. അട്രാക്റ്റീവ് ഐസ് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഐസ് ഉണ്ടായിരിക്കാം. ആൻഡ് ലെറ്റർ എൽ. ഓക്കെ നമ്പർ 7 ആൻഡ് ലെറ്റർ ആർ. ഓ വീണ്ടും ഒരു യെസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ചോദ്യം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആൻസർ യെസ് എന്നാണ് ഇവിടെ കിട്ടിയത്. ആൻഡ് ഫാഷൻ ഔട്ട്ലുക്ക് ഒത്തിരി ഫാഷനബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. ഔട്ട്ലുക്കിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസിലൊക്കെ ഒത്തിരി കെയർ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ആൻഡ് നമ്പർ 30. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു സോഷ്യൽ മീഡിയ കണക്ഷൻ വഴിയായിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഈ ഒരു മെമ്മറീസ് എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് എപ്പോഴും ഉണ്ട്. ഡേ ആൻഡ് നൈറ്റ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു പാസ്റ്റ് ലൈഫ് മെമ്മറീസിലാണ്. ആ വ്യക്തിയുടെ ലൈഫിലുള്ള മറ്റെല്ലാ കാര്യങ്ങളും ആ വ്യക്തി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ വ്യക്തിയുടെ മനസ്സിൽ മുഴുവനും നിങ്ങളുടെ ചിന്തകൾ മാത്രമാണുള്ളത് എന്നാണ് ഇവിടെ വ്യക്തമായിട്ട് കാണുന്നത്. ഓക്കെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെയുള്ള ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലൈഫിലുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒന്നും ഒരു തരത്തിലും നിങ്ങളുടെ ലൈഫ് എൻഗേജ് ആയിട്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ ഒരു സൂൺ കാർഡ് വന്നിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക്
ഈ ഒരു വ്യക്തിയിൽ നിന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ നിങ്ങൾക്ക് വരാനുള്ളൊരു ചാൻസാണ് ഇവിടെ കാണുന്നത്. കുറച്ച് പേർക്ക് അതൊരു റിസൾട്ട് ചിലപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഉണ്ടായ ട്രസ്റ്റ് ഇഷ്യൂസ് മാറുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഡൗട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എല്ലാ ഫീലിങ്സിലും ഒരു മാറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ള ചോദ്യങ്ങൾക്കുള്ള ആൻസർ ഈ ഒരു സമയത്ത് ഇവിടെ ലഭിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഈ നോ കോൺടാക്റ്റിലൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾ ലൈഫ് ലെസൺസ് നിങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പലരും ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഹീലാകുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്കേജ് ഉള്ള ആൾക്കാർ കാണുന്നുണ്ട് ഇവിടെ. അതുപോലെ നിങ്ങൾ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യാനുള്ള മന്ത്രാസ് നിങ്ങൾ യൂസ് ചെയ്യുക. ഹം എന്ന് പറയുന്നൊരു മന്ത്രമാണ്. അത് നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് കാണുന്നുണ്ട് ഇവിടെ. അത് നിങ്ങൾക്ക് റിലീസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഹം എന്നുള്ളൊരു സ്വരം നിങ്ങൾ പറയാനായിട്ട് മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഹീലിംഗ് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു റിലീഫ് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ ഒരു ചേഞ്ച് ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായതുപോലെ തന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ പോസിബിൾ ആവുന്നു എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡുള്ളൊരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അവരുടെ ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് അവർ ചില സമയങ്ങളിലെങ്കിലും നിങ്ങളോട് ഒരുപാട് അവഗണന കാണിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ വ്യക്തമാവാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രണയം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. ചിലപ്പോൾ ഒരു ഡീപ്പായിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് ആ വ്യക്തിയോടുണ്ടായിരിക്കണം. ഓവർഫ്ലോയിങ് ആയിട്ടുള്ള ഒരു എനർജിയുടെ ലവ് എനർജി ഫീൽ ചെയ്യുന്നു. മേ ബി അത് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ളതായിരിക്കാം. പക്ഷെ ആ വ്യക്തി എന്ന് പറയുന്നത് വളരെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നൊരു പേഴ്സണാണ്. ആ വ്യക്തിയുടെ ലൈഫ്, ആ വ്യക്തിയുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം കെയർ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് മാത്രമാണ് ആ വ്യക്തി നിങ്ങളെ ചൂസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുന്നതിലൊരു സങ്കടം ഉള്ളതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. പലപ്പോഴും നിങ്ങളുമായിട്ട് റീയൂണിയന് വേണ്ടിയിട്ട് ഈ വ്യക്തി ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു സ്നേഹം, കെയർ ഒന്നും ഈ വ്യക്തിക്ക് തരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ വ്യക്തി ഏതൊരു സമയത്തും ഒരു പെന്റക്കിൾസ് എനർജിയിലാണ്. അതായത് ആ വ്യക്തി എപ്പോഴും മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നാലെയാണ് ഈ വ്യക്തി എപ്പോഴും പോകുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. ആ വ്യക്തിയുടെ ലൈഫിൽ ഉള്ള നഷ്ടങ്ങൾ മാത്രമാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. മേ ബി ആ വ്യക്തിക്ക് ഒരുപാട് ഫിനാൻഷ്യലി ആ വ്യക്തി ഒരുപാട് ഡൗൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ടാവും. ഇത് കുറച്ച് പേർക്ക് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. കാരണം ആ വ്യക്തിയുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരാമെന്ന് തീരുമാനിച്ച് ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയതായിരിക്കാം.